നമുക്കറിയാം ലോറി ഉടമ മനാഫ് ഉണ്ട്. മനാഫിന്റെ സഹോദരൻ അൽഫ് നമ്മോടൊപ്പം ചേരുന്നു. അൽഫ്, ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് കരുതുന്നത്. നമ്മൾ കാത്തിരുന്ന അത് അല്പം വൈകിയോ എങ്കിൽ പോലും ഈ ലൊക്കേഷൻ അത് ലോറി കണ്ടെത്തി, ട്രക്ക് കണ്ടെത്തി എന്നുള്ള സ്ഥിരീകരണമാണ് കർണാടക റവന്യൂ മന്ത്രി നൽകിയത്. ഈ ട്രക്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ GPS സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നല്ലോ, അതിനുള്ള സാധ്യത എന്തെങ്കിലും ഈ ഭാരത് ബെൻസ് കമ്പനി പറയുന്നുണ്ടോ? അത് എന്താന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവര് അയച്ചു തന്നത് പ്രകാരം നമ്മളത് പറഞ്ഞതായിരുന്നു. അതിന് റൂമർ പലതും വന്നിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ടുണ്ട്. വണ്ടി ഓഫായ ശേഷം GPS കണ്ടെത്തുക പ്രയാസമായിരിക്കും അല്ലേ? ശരി, അൽഫ അവിടെ ഉണ്ടോ? രക്ഷാദൗത്യം നടക്കുന്ന പ്രദേശത്തുണ്ടോ? ഇല്ല, ഞാൻ നാട്ടിലേക്ക് പോന്നു. ഞാനും മനാഫ് പോന്നിട്ടുണ്ട്. എനിക്ക് സുഖമായിട്ട്. ഓക്കെ, അവിടെയുള്ളവർ എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടോ ഏറ്റവും ഒടുവിൽ ഈ മന്ത്രിയുടെ സ്ഥിരീകരണം ഒക്കെ വന്ന ശേഷം? അതായത് അൽഫ, ഒരു കാര്യം പറയട്ടെ, ഈ അവിടെ കർണാടകയുടെ റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രക്ക് കണ്ടെത്തി എന്നുള്ളത്. അവിടെ വേറൊരു ഈ ഹെവി വാഹനങ്ങൾ ഏതെങ്കിലും വെള്ളത്തിൽ പോയതായോ മിസ്സിംഗ് ആയതായോ പരാതിയോ അങ്ങനെ ആരെങ്കിലും ഓണേഴ്സ് വരുമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അങ്ങനത്തെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതായത് മനാഫിന്റെ ലോറി മാത്രം, അർജുൻ സഞ്ചരിച്ച ലോറി മാത്രമേ മിസ്സിംഗ് ഉള്ളൂ? മിസ്സിംഗ് ഉള്ളൂന്നാണ് എന്റെ ഒരു ധാരണ. ബാക്കി ഒരു കാർ ഉണ്ടെന്നൊരു ഡൗട്ട് പറഞ്ഞിരുന്നു. അതെ, കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളോടാരും ചോദിക്കുക അങ്ങനത്തെ ഒരു കാര്യമൊന്നും വന്നിട്ടില്ല. ഞാൻ 8-9 ദിവസത്തോളം അവിടെ നിന്നല്ലോ. 8 ദിവസത്തോളം അവിടെ നിന്ന്. അപ്പൊ അങ്ങനത്തെ ഇതൊന്നും വന്നില്ല. എന്തായാലും നമ്മളൊരു വണ്ടി കണ്ടെത്തി എന്നുള്ളത് എന്നാണ്. കാരണം അത്ര കഷ്ടപ്പെട്ട് എല്ലാവരും നിങ്ങളടക്കം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം കഷ്ടപ്പെട്ട് നമുക്കറിയാം. അതെ, എന്താണ് കർണാടക റവന്യൂ മന്ത്രിയുടെ സ്ഥിരീകരണമാണ് അൽഫ്. അത് ഈ വണ്ടി കണ്ടെത്തി എന്നുള്ളത്, ട്രക്ക് കണ്ടെത്തി എന്നുള്ളതാണ്. അത് പുഴയിലാണ്, പുഴയുടെ ഭാഗത്താണ്. പക്ഷേ ഇപ്പോൾ പുഴയുടെ ഭാഗത്താണെങ്കിൽ പോലും അവിടെ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഏറെക്കുറെ ചെളിമയമായി നിൽക്കുന്നു. ആ പുഴയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിക്കും അപ്പുറത്തേക്കാണല്ലോ മണ്ണെത്തിയിട്ടുള്ളത്. എന്തായാലും പുഴയോട് ചേർന്നുണ്ട് എന്നാണ് ഇപ്പോൾ കർണാടക മന്ത്രി കൃഷ്ണ ബൈരഗൌഡയുടെ സ്ഥിരീകരണം. നല്ലൊരു വർക്കാണ് അവര് കഴിഞ്ഞ 2 ദിവസം എടുത്തത്. അത് നമ്മള് അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. നല്ലൊരു വർക്ക് തന്നെ അവരുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു, നന്ദി അൽഫ് പ്രതികരിച്ചതിന്. പറഞ്ഞോളൂ. അർജുന്റെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. എന്തായാലും വളരെ വിഷമമുള്ള സംഗതി തന്നെയാണ്. അതാണ് അൽഫ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. നമുക്കും എല്ലാവർക്കും, ആ മുഴുവൻ മലയാളികൾക്കും അത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചിരുന്നു അർജുന്റെ തിരിച്ചുവരവിനായി. പ്രത്യേകിച്ചും മണ്ണിനടിയിലായിരുന്നുവെങ്കിൽ അർജുനെ സന്തോഷത്തോടെ നമ്മൾ വീണ്ടെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എത്ര ദിവസങ്ങളെ കാത്തിരിക്കുന്നു. അതെ, എന്തായാലും ഉടൻ മണിക്കൂറുകൾ എടുക്കും അൽഫ. എന്തായാലും താങ്ക് യു സോ മച്ച് പ്രതികരിച്ചതിന്. ഇപ്പോൾ ലോറി ഉടമ മനാഫിന്റെ സഹോദരൻ അൽഫാണ് പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രക്ക് അത് ഐഡന്റിഫൈ